How can we use may and might correctly? May കൂടുതലായും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അനുവാദം ചോദിക്കുക എന്ന അർത്ഥത്തിലാണ്. മേ ഐ കം ഇൻ സാർ, ഈ സെൻറ്റൻസ് നമുക്ക് സുപരിചിതമാണ്. അതല്ലെങ്കിൽ സർ മേ ഐ കം ഇൻ എന്ന് വേണമെങ്കിലും ചോദിക്കാം. കൂടുതൽ പൊളൈറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണിത്. പ്ലീസ് ഇവിടെ അത്യാവശ്യമാണ്. കാരണം പൊളൈറ്റായിട്ട് നമുക്ക് അനുവാദം ചോദിക്കാൻ, ഒരു പെർമിഷൻ ചോദിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ വാക്കാണ് മേ. സംസാര ഭാഷയിൽ മേ ഐ കമിൻ സാർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ എഴുതുമ്പോൾ ആരെയാണോ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് അദ്ദേഹത്തിന് മുമ്പിലായി ഒരു കോമ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. മേ ഐ ഗോ ടു ദ റെസ്റ്റ് റൂം, എനിക്ക് വിശ്രമ മുറിയിലേക്ക് പോകാമോ, അല്ലെങ്കിൽ എനിക്ക് വിശ്രമിക്കാൻ പോകാമോ എന്നാണ് അർത്ഥം. മേ ഐ ഗോ ടു എ മൂവി ടു നൈറ്റ്, എനിക്കിന്ന് രാത്രിയിൽ ഒരു സിനിമയ്ക്ക് പോകാമോ. മേ ഐ ബോറോ യുവർ കാർ, നിങ്ങളുടെ കാർ ഒന്ന് കടം തരാമോ. മേ ഐ മേക്ക് എ ഫോൺ കോൾ, എനിക്ക് ഒന്ന് ഫോൺ ചെയ്യാമോ, എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ കഴിയുമോ എന്ന അർത്ഥത്തിലാണ് മേ ഐ മേക്ക് എ ഫോൺ കോൾ. ഇവിടെ മേയ്ക്ക് പകരമായി മൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചോദിക്കാം. പക്ഷേ അതത്ര സർവ്വസാധാരണമല്ല. മൈറ്റ് ഐ മേക്ക് എ ഫോൺ കോൾ എന്ന് വെച്ചാൽ എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് അർത്ഥം. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ കഴിയുമോ. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. മേ ഐ യൂസ് എ കാൽക്കുലേറ്റർ ഓൺ ദ ടെസ്റ്റ്, എനിക്ക് ഈ ടെസ്റ്റിനൊരു കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കഴിയുമോ. മേ ഐ ഹാവ് അനദർ പീസ് ഓഫ് കേക്ക്, എനിക്കൊരു കേക്കിൻ്റെ മറ്റൊരു കഷ്ണം കൂടി എടുക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കതെങ്ങനെ പറയാം. യെസ് യു മേ, നിങ്ങൾക്കാവാം എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെ പറയണം. നോ യു മേ നോട്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കുന്നതിന് മേയോ അല്ലെങ്കിൽ മൈറ്റോ ഉപയോഗിക്കാം. പക്ഷേ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് മേ ആണ്. ഇനി നമുക്കൊരു സാധ്യതയെക്കുറിച്ചൊക്കെ പറയാൻ മേ ആൻഡ് മൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതായത് മേ ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് 60-70% സാധ്യത കൂടുതലാണ്. എന്നാൽ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് 50%-ലും തീരെ താഴെയാണ്. എന്ന് വെച്ചാൽ മേയ്ക്ക് സാധ്യത കൂടുതലാണ്, പക്ഷേ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യത തീരെ കുറവാണ് എന്ന രീതിയിലാണ്. ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മേ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് വെച്ചാൽ മഴ പെയ്യാം, പക്ഷേ മഴ പെയ്യാൻ സാധ്യത തീരെ കുറവാണ്, എങ്കിലും അവിടെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രം. ജെറിൻ മേ ബി ഇൻ ദ ലൈബ്രറി വിത്ത് ഹെർ ഫ്രണ്ട്സ്, ജെറിൻ മിക്കപ്പോഴും കൂട്ടുകാരുമായിട്ട് ലൈബ്രറിയിലാണ് സമയം ചെലവഴിക്കാറ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ജെറിൻ അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശ്യാം മേ ഗോ ടു ഓസ്ട്രേലിയ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീക്ക്, ശ്യാം ഈ ആഴ്ചയുടെ അവസാനം ഓസ്ട്രേലിയയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ മേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ്. എന്നാൽ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ അല്പം സാധ്യത കുറവാണ്. ഇതാണ് മേയും മൈറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഷീ മേ മൈറ്റ് ബി വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റേഷൻ, അവൾ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഏത് മേ ഉപയോഗിച്ചപ്പോൾ. മൈറ്റ് ഉപയോഗിക്കുമ്പോൾ സാധ്യത കുറവാണ്. ഇനി നമുക്ക് മേ ഉപയോഗിക്കാവുന്ന മറ്റൊരു സാഹചര്യമാണ് ഒരു വിഷസ്, ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാൻ മേ ഉപയോഗിക്കാം. മേ ദ ന്യൂ ഇയർ ബ്രിങ് യു ഹാപ്പിനെസ്, നിങ്ങൾക്ക് പുതുവർഷം സന്തോഷം കൊണ്ടുവരട്ടെ. മേ യുവർ ഡേ ബി ഫില്ലഡ് വിത്ത് ജോയ് ആൻഡ് പീസ്, നിങ്ങളുടെ ദിവസം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയട്ടെ. നെക്സ്റ്റ്, മേ യു ബോത്ത് ലീവ് എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് ടുഗെദർ, അതായത് സന്തോഷത്തോടു കൂടി രണ്ടുപേരും ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് സുപരിചിതമാണ്. മേ ഗോഡ് ബ്ലെസ് യു, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മേ ഓൾ യുവർ വിഷസ് കം ട്രൂ, ഹാപ്പി ബർത്ത്ഡേ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ട് നമുക്കൊരാളെ ആശംസിക്കാനും അല്ലെങ്കിൽ ഒരു വിഷസ്സൊക്കെ നൽകാനും മേ വളരെയധികം നമ്മെ സഹായിക്കും. ഇനി നെഗറ്റീവ് സെൻറ്റൻസുകളിൽ മേ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യു മേ നോട്ട് ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഇൻ ദി മ്യൂസിയം, നിങ്ങൾക്ക് മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫ് എടുക്കാൻ പാടില്ലായിരിക്കാം. പാടില്ല എന്ന് തീർത്ത് പറയുകയല്ല. മറ്റൊന്ന്, ഐ മേ നോട്ട് അഗ്രി വിത്ത് വാട്ട് യു സേ ബട്ട് യുവർ ഐഡിയ ഈസ് ഡിഫറൻറ്റ്, അതായത് നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ആശയം വ്യത്യസ്തമാണ്. ചിലപ്പോൾ ആ ആശയത്തോട് ചിലപ്പോൾ ഞാൻ യോജിച്ചേക്കാം എന്ന രീതിയിലാണ്. ഇല്ല എന്ന് തീർത്ത് ഇവിടെ പറയുകയല്ല. ആശയം കൂടുതൽ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അതിനോട് യോജിച്ചേക്കാം എന്ന ഒരു സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. ഐ മേ നോട്ട് ഹാവ് ദ ടൈം ടു മീറ്റ് യു, എനിക്ക് നിങ്ങളെ കാണാൻ സാധിച്ചു എന്ന് വരില്ല, എനിക്ക് സമയം തികഞ്ഞു എന്ന് വരില്ല എന്ന രീതിയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സമയം കിട്ടിയാൽ നിങ്ങളെ ഞാൻ കാണാമെന്നൊരു സാധ്യതയാണ് അവിടെ നിലനിർത്തുന്നത്. ഐ മൈറ്റ് നോട്ട് ഗോ ടു ദ ഓഫീസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം. ഞാൻ ഓഫീസിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ പോകാൻ സാധ്യത തീരെ കുറവാണ്, എന്ന് വെച്ചാൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഐ മേ നോട്ട് ഗോ ടു ദ ഓഫീസ് എന്നാണ് എങ്കിൽ ഏതാണ്ട് നല്ല ശതമാനം തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ്. അതായത് മേ സ്ട്രോങ് പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ മൈറ്റ്
ലെസ് പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം. മേ ഐ ഗോ ദെയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എനിക്ക് അവിടെ പോകാമോ എന്നാണ്. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. മേ ഐ ഗോ ദെയർ ഒരു അനുവാദം ചോദിക്കലാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാൻ ഐ ഗോ ദെയർ എന്നാണെങ്കിലോ എനിക്കവിടെ പോകാമോ എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മേ ഐ ഗോ ദെയർ എന്ന് പറയുമ്പോൾ അതൊരു പെർമിഷൻ ചോദിക്കലാണ്, അതായത് അനുവാദം ചോദിക്കലാണ്. പക്ഷേ ക്യാൻ ഐ ഗോ ദെയർ ഒരു കേപ്പബിലിറ്റി, ഒരു കഴിവ് എന്നെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. എനിക്കവിടെ പോകാൻ കഴിയുമോ എന്ന രീതിയിലാണ് ക്യാൻ ഐ ഗോ ദെയർ ഉപയോഗിക്കുന്നത്. മേ ഉപയോഗിക്കുമ്പോൾ ഒരു ഫോർമലായിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പൊളൈറ്റായിട്ട് ഒരു മര്യാദയോടുകൂടി ഫോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ മേ ഐ കം ഇൻ സാർ എന്നാണ് പറയേണ്ടത്. ക്യാൻ ഐ കം ഇൻ സാർ എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ മൈറ്റ് എന്ന് പറയുന്നത് മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമുക്കറിയാം. മേ മൈറ്റ് എന്നാണല്ലോ. അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന രീതിയിൽ, അതായത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയുകയാണ്. നമുക്ക് ഉറപ്പൊന്നുമില്ല. മൈറ്റ് ഹാവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും. നമുക്കൊരു ഉദാഹരണം വഴി വ്യക്തമാക്കാം. നീര ഹാസ് ഇറ്റ് അറൈവ്ഡ് അറ്റ് ഷീ മൈറ്റ് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. നീര ഇതുവരെ എത്തിയിട്ടില്ല, അവൾക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ടാവാം, അതാവാം അവൾ എത്താത്തതിൻ്റെ കാരണം. നമുക്ക് ഉറപ്പൊന്നുമില്ല, നമ്മൾ ഊഹിച്ച് പറയുകയാണ് നീരയ്ക്ക് ട്രെയിൻ മിസ്സായി എന്ന്. ചിലപ്പോൾ അവൾ വേറെ എന്തെങ്കിലും കാരണത്താലാവാം, ചിലപ്പോൾ ട്രാഫിക് ജാമിലാവാം, പല കാരണങ്ങളാവാം. എങ്കിലും നമ്മളിവിടെ ഊഹിച്ച് പറയാനാണ് മൈറ്റ് ഹാവ് നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ ഒരു പാസ്റ്റ് പോസിബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. യു മൈറ്റ് ഹാവ് ഹെൽപ്ഡ് ഹെർ, നിങ്ങൾ അവളെ സഹായിച്ചിരിക്കാം. സോ ഷി വാസ് ഏബിൾ ടു ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്ക്ലി, അതുകൊണ്ടാവാം അവൾക്ക് പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാൻ കഴിഞ്ഞത്. ഇത് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല, ഊഹിച്ചു പറയുകയാണ്. അടുത്ത ഒരു സെൻറ്റൻസ്, ഹി മൈറ്റ് ഹാവ് ബീൻ റിയലി എക്സോസ്റ്റഡ്, അവൻ ശരിക്കും തളർന്നു പോയിട്ടുണ്ടായിരിക്കണം എന്ന ഒരു ഊഹമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് ഊഹിച്ചു പറയാൻ, ഒരു ഉറപ്പില്ലാതെ നമുക്ക് ഊഹിച്ചു പറയാൻ നമ്മളെ സഹായിക്കുന്നത്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈറ്റ് ഹാവ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.